നവംബറിൽ നടന്ന കായികമേളയുടെ സമാപന സമ്മേളനത്തിൽ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് ചില അധ്യാപകർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട്. നാവാമുകുന്ദ് സ്കൂളിലെ 3 അധ്യാപകർക്കെതിരെയും മാർ ബേസിൽ സ്കൂളിലെ 2 അധ്യാപകർക്കെതിരെയുമാണ് നടപടിക്ക് ശുപാർശ. വരും വർഷങ്ങളിലെ മേളകളിൽ പ്രതിഷേധങ്ങൾ വിലക്കാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കം. കായികമേളയിലെ സംഘർഷത്തെക്കുറിച്ച് അന്വേഷണ സമിതിയുടെ ശുപാർശ അംഗീകരിച്ചാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയത്. കലാമേളയായ കലോത്സവത്തിലും കുട്ടികളെ അണിനിരത്തിയുള്ള പ്രതിഷേധങ്ങൾക്ക് മൂക്കുകയറിടാനാണ് സർക്കാർ ഒരുങ്ങുന്നത്. കുട്ടികളെ അണിനിരത്തി പ്രതിഷേധിക്കുന്ന സ്കൂളുകളെ വിലക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നാണ് വിവരം. അതിനിടെ സംസ്ഥാന സ്കൂൾ കലോത്സവം ശനിയാഴ്ച മുതൽ തിരുവനന്തപുരത്ത് നടക്കുകയാണ്. പ്രതിഷേധങ്ങൾ ഒഴിവാക്കാനും സമയക്രമം പാലിക്കാനും വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. എല്ലാ വേദികളും രാവിലെ 9:30 മത്സരങ്ങൾ ആരംഭിക്കാനുള്ള ക്രമീകരണങ്ങളാണ് നടത്തുന്നത്. സീ മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.